യൂണിറ്റ് 11 ഗ്യാപ്സ് മോഡൽ. നെക്സ്റ്റ് ആണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിറ്റിലാണ് നമ്മൾ ഗ്യാപ്പിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ദ സെൻട്രൽ ഫോക്കസ് ഓഫ് ദ ഗ്യാപ്പ് മോഡൽ ഇൻ ദ കസ്റ്റമർ ഗ്യാപ്പ് ഡിഫറൻസ് ബിറ്റ്വീൻ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ ആൻഡ് കസ്റ്റമർ പെർസെപ്ഷൻ. കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ പ്രതീക്ഷകൾ, പിന്നെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ധാരണകൾ. ഇത് രണ്ടുമാണ് എക്സ്പെക്റ്റേഷൻ ആൻഡ് പെർസെപ്ഷൻസ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഒരു ധാരണയാണ് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ആർ ദ റെഫറൻസ് പോയിന്റ് ഓഫ് കസ്റ്റമർ ഹാവ് കമ്മിങ് ടു സർവീസ് എക്സ്പീരിയൻസ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് പോയിന്റ് കസ്റ്റമർ ഹാവ് കമ്മിങ് ടു സർവീസ് എക്സ്പീരിയൻസ്. ആ സർവീസ് എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് ദ സർവീസ് ആക്ച്വലി റിസീവ്ഡ്. ആ സർവീസ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഉള്ളതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് ദ സർവീസ് ആസ് ആക്ച്വലി റിസീവ്ഡ്. ആ സർവീസ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ധാരണകളാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദ ഐഡിയ ഈസ് ദാറ്റ് ഫേംസ് വാണ്ട് ടു വിൽ ക്ലോസ് ദ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു പ്രൊവൈഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൊവൈഡേഴ്സ് ഗ്യാപ്പ് 4 തരം ഗ്യാപ്പുകളാണുള്ളത്. നോട്ട് നോയിങ് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ്. ഒന്നാമത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണതെന്ന് നമുക്കറിയില്ല, അതാണ് ഒന്നാമത്തെ ഗ്യാപ്പ്. രണ്ടാമത്തെ നോട്ട് സെലക്ടിങ് റൈറ്റ് സർവീസ് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്. കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ നോട്ട് ഡെലിവറിങ് ടു സ്റ്റാൻഡേർഡ് സർവീസ്. നമ്മൾ സർവീസ് സ്റ്റാൻഡേർഡ് ചെയ്തിട്ടില്ല. നാലാമത്തെ നോട്ട് മാച്ചിങ് പെർഫോമൻസ് ടു പ്രോമിസ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രോമിസ് പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈമറി കോസ് ഗ്യാപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് മീറ്റിംഗ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ്. ദാറ്റ് ഫേം ലാക്സ് ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ് എക്സാക്ട്ലി വാട്ട് ഡസ് എക്സ്പെക്റ്റേഷൻസ് ആർ. അതായത് ഈ എന്താണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് അവർക്ക് അറിയണില്ല, അത് ഫുള്ളായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് ഗ്യാപ്പ്. ആദ്യം ചെയ്യേണ്ടത് കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ ഇത്ര സ്റ്റോറേജ് ഉണ്ട്, ഇത്ര ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എ ഗ്യാപ്പ് എക്സിസ്റ്റ്, ഫസ്റ്റ് ഗ്യാപ്പാണ് ബിറ്റ്വീൻ കമ്പനി പെർസെപ്ഷൻ ഓഫ് ദ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ ആൻഡ് വാട്ട് കസ്റ്റമർ ആക്ച്വലി എക്സ്പെക്റ്റ്. അത് കമ്പനിയുടെ പെർസെപ്ഷനാണ്, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. അവിടെ കസ്റ്റമറുടെ കാഴ്ചപ്പാടിനെ നമ്മൾ നോക്കുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ നോക്കണേ ഇല്ല. അതാണ് ഫസ്റ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ. ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് അറിയാം. ദർ മേ ബി പ്രോബ്ലം ഈസ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ട്രാൻസ്ലേറ്റ് ടു കസ്റ്റമർ ഡ്രിവൻ സർവീസ് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ കൊടുക്കണം, നമുക്കറിയാം ഇന്നതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ശരിയാവാതെ വരും, നമ്മൾ കൊടുക്കുന്ന സർവീസ് പ്രോപ്പർ അല്ലാതെ വരും, ഓർഡറായിട്ട് ചെയ്യാതിരിക്കുക. കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഇന്നൊരു അസുഖത്തിനാണ് ഡോക്ടറെ കാണിക്കാൻ വന്നാൽ ആ അസുഖത്തിന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ടാകും, പക്ഷേ അത് പ്രോപ്പറായിട്ട് കൊടുക്കാണ്ടിരിക്കുക, ടൈമിന് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് അറിയാണ്ടല്ല, അത് പ്രോപ്പറായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറോ കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, കൃത്യമായിട്ടുള്ള സമയത്ത് കാര്യങ്ങളൊന്നും കിട്ടില്ല. സാധനമൊക്കെ നല്ലതായിരിക്കും, പക്ഷേ കൊടുക്കുന്ന സമയമൊക്കെ വേറെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഇല്ലാണ്ടായിട്ട് മാറും. അതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി അതാണ് രണ്ടാമത്തെ ഗ്യാപ്പ്. മൂന്നാമത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ദർ മസ്റ്റ് ബി സിസ്റ്റം പ്രോസസ് പീപ്പിൾ പ്ലേസ് എൻഷുർ ദ സർവീസ് ക്വാളിറ്റി ആക്ച്വലി മാച്ചസ് ദ ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെ നമ്മൾ ആക്ച്വലി മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ എന്തുണ്ടാവില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇത് തേർഡ് മേജർ സെക്ഷൻ ടെക്സ്റ്റ് ഫോക്കസ് ഹൗ മെനി വൈ ഗ്യാപ്പ് 3 ക്യാൻ ഒക്കെ സ്പെസിഫിക് പ്രോസസ്. അതിനാവശ്യമായിട്ടുള്ള പീപ്പിള്, ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രാറ്റജീസ് അതൊന്നും അവിടെ ഉണ്ടാവില്ല. അത് സ്റ്റാൻഡേർഡ് ഇന്നതാണെന്ന് അറിയാം, സിസ്റ്റംസും പ്രോസസ്സും അതൊക്കെ, പക്ഷേ കൃത്യമായിട്ട് മാച്ച് ചെയ്യണില്ല. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള സർവീസും കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആദ്യത്തേതിൽ നമുക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻ അറിയില്ല, രണ്ടാമത്തേൽ എക്സ്പെക്റ്റേഷൻ അറിയാം, നമുക്ക് കൊടുക്കുന്നത് ശരിയാവണില്ല, മൂന്നാമത്തേൽ സ്റ്റാൻഡേർഡ് ഇല്ല. നമ്മൾ ഒരാൾക്ക് നല്ലപോലെ കൊടുത്തു, ഒരാൾക്ക് പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആവില്ല, അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. മൂന്നാമത്തേൽ സ്റ്റാൻഡേർഡൊക്കെ ഓക്കെയാണ്, പക്ഷേ
കൊടുക്കാനുള്ള ആൾക്കാരില്ലാണ്ടാവുക, എണ്ണം കുറയുക. അതായത് സർവീസ് നമുക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഓർഡറിൽ വേണം. ഇപ്പോൾ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആൾ, ഇപ്പോൾ ബംഗാളികളൊക്കെ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നുണ്ട്, അതായത് ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്നും അറിയില്ല, നമ്മൾ പറയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഗ്യാപ്പ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാം ഇന്ന ഹെയർ സ്റ്റൈലുകളാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നുമല്ല. ഒരാൾക്ക് ഒരു സ്റ്റൈൽ വെട്ടി കൊടുത്തപ്പോൾ ഇന്ന മോഡൽ, എന്നിട്ട് മുള്ളറ്റാ എന്തോ ഒരു മോഡലുണ്ട്, ആ മുള്ളറ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇന്നതാണെന്നറിയാം. പക്ഷേ അതുപോലെയല്ല, കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെയൊന്നല്ല കട്ട് ചെയ്ത് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് അറിയാം, പക്ഷേ പ്രോപ്പറായിട്ടല്ല ചെയ്തു കൊടുക്കണം. അതിന് ആൾക്കാരില്ലാതെ വരിക. ഒരാൾ രണ്ടാളേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും അതറിയില്ല, അങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ രണ്ടാൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ മറ്റാൾക്കത് അറിയില്ല. മറ്റോടത്ത് ആർക്കും സ്റ്റാൻഡേർഡ് അറിയാം, പക്ഷെ ഒരാൾക്കും ചെയ്യാൻ അറിയില്ല. നാലാമത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനലി വേർ ദർ എ പ്ലേസ് ടു ഇഫക്റ്റീവ്ലി മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ, ദ ഫേം മസ്റ്റ് എൻഷുർ ദാറ്റ് പ്രോമിസ്ഡ് ടു കസ്റ്റമർ മാച്ചസ് ദാറ്റ് ഡെലിവേർഡ്. മാച്ച് ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണില്ല. ഇവിടെയും തേർഡിലും തരും കേട്ടോ, നമ്മൾ ചെക്കിങ് ചെയ്യുന്നില്ല. ഇവിടെ നാലാമത്തേൽ അത് ഇഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ അതാരും നോക്കുന്നില്ല, കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് കിട്ടും, കുറച്ച് ആൾക്കാർക്ക് കിട്ടില്ല എന്നുള്ള പ്രശ്നമൊക്കെ വരുന്നത് അവിടെയാണ്. തേർഡിലൊക്കെ വരുന്നത് അങ്ങനെയാണ്. നാലാമത്തേൽ നമ്മളത് എൻഷുർ ചെയ്യണം. പ്രോമിസ് ടു കസ്റ്റമേഴ്സ് മാച്ച് വാട്ട് ഡെലിവേർഡ്. നമ്മൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുതന്നെയാണ് ചെയ്യണത്, അതുതന്നെയാണോ ഇവർ ചെയ്യണേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതും കൂടിയാണ് അതിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് 4 ഗ്യാപ്പുകൾ വരുന്നത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, 4 ഗ്യാപ്പുകൾ. അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സർവീസ് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.